നമസ്കാരം. ഗോവിന്ദന് 2000 രൂപ കൊടുത്ത PR വർക്കും ഒക്കെ ചീറ്റിപ്പോയി. എല്ലാ PR വർക്കും ചീറ്റുകയാണ് CPM-ന്. ഈ ചീറ്റുന്നതിനിടയിൽ നികേഷ് കുമാറിന്റെ കീഴിലുള്ള ചില മാധ്യമ പ്രവർത്തകർ, സ്ട്രാറ്റജിസ്റ്റുകൾ, അവര് സ്ട്രാറ്റജിസ്റ്റുകളൊന്നും അല്ല, സത്യം പറഞ്ഞാൽ അവർ മാധ്യമ പ്രവർത്തകർ മാത്രമാണ്. അതുപോലെ MV നികേഷ് കുമാറും ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ്, തന്ത്രജ്ഞനൊന്നുമല്ല, സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇവിടെ പല ആളുകളുടെയും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റേത് ഉൾപ്പെടെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ജോയ് മാത്യുവിൻ്റേത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോസഫ് സി മാത്യു, അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും ഒരു തെരഞ്ഞെടുപ്പ് നിരീക്ഷണ പാഠവുമോ ഒന്നും MV നികേഷ് കുമാറിനില്ല എന്ന് സത്യമായ കാര്യമാണ്. അദ്ദേഹമാണ് ഈ PR വർക്കുകൾ പടച്ചു വിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പൊ PR വർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ചീറ്റി പോവുകയാണ്. കപ്പിൽ ഓരോന്ന് എഴുതി വെച്ച് പൊക്കി പിടിക്കുക, അതുപോലെ തന്നെ പൈസ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുക, ആളെ നിർത്തി സല്യൂട്ട് എടുപ്പിക്കുക, ഇങ്ങനെയുള്ള പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. പുതിയ ഒരു PR വർക്ക് പൊട്ടിക്കരച്ചിലാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവര് ഒരുപാട് വിഷയങ്ങളിൽ, ആരോഗ്യപരമായ നമ്മുടെ മേഖലകളിലെ പരാജയങ്ങളുടെ വിഷയങ്ങളിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. അതിനിടയിൽ അവരെ കാണുമ്പോൾ ഒരു സ്ത്രീ, പ്രായമായ ഒരു സ്ത്രീയാണ്, കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു. എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിനെ ഒരു സിനിമയിലെ ഇൻ ഹരിഹർ നഗറിലെ ജഗദീഷിന്റെ കഥാപാത്രം ഒരു പെൺകുട്ടി ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പൊട്ടിക്കറയുന്ന ആ ഡയലോഗ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു സ്ത്രീ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? ഒരു സിനിമയിൽ ജഗതി ഒരു കഥാപാത്രമായിട്ട്, ആൾ ദൈവമായിട്ട് നിൽക്കുമ്പോൾ സായിപ്പ് കരയണം, എന്നാലേ പണം വീഴുകയുള്ളൂ പെട്ടിയിൽ എന്ന് പറഞ്ഞ് കുറെ സായിപ്പന്മാരെ, കുറെ മദാമ്മമാരെയൊക്കെ വാടകയ്ക്ക് എടുത്ത് അവർക്ക് ഗ്ലിസറിൻ കൊടുത്ത് അവരെ കൊണ്ട് കരയിക്കുന്നുണ്ട്. വെറുതെ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ PR വർക്കാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതും നികേഷ് കുമാറിന്റെ PR വർക്കാണ് എന്ന് പറയപ്പെടുന്നു. ഒരു പ്രായമായ സ്ത്രീ വീണ ജോർജിനെ വെറുതെ കെട്ടിപ്പിടിച്ച് കരയുന്നു. മന്ത്രി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് കാര്യം എന്ന് പോലും ചോദിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കരയുകയാണ്. ഇനിയിപ്പോ വീണ ജോർജിനെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നതുകൊണ്ട് അതിലുള്ള സങ്കടം കൊണ്ടാണോ കരയുന്നത്? അതോ ഇനി ഇവരുടെ ആരുടെയെങ്കിലും ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സേവനം ചെയ്തതിനാണോ, അതോ ചെയ്യാത്തതിനാണോ? ഇവർ സർക്കാർ ആശുപത്രിയിൽ പോയപ്പോൾ മരുന്ന് ഫ്രീ ആയി കിട്ടിയതിനാണോ കരയുന്നത്? എന്തിനാണെന്നറിയില്ല. ഒരു സ്ത്രീ ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് വെറുതെ ഇവരെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അത് ആ വീണ ജോർജിന്റെ ശരീരഭാഷ കണ്ടാലേ അറിയാം, ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് ഇവരെ കൊണ്ട് കരയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവർ കരയുന്നതാണ് എന്ന്. ആ സ്ത്രീയുടെ മുഖം വ്യക്തമല്ല. ആ സ്ത്രീ ആ നാട്ടുകാരിയാണോ എന്ന് പോലും നമുക്കാർക്കും വ്യക്തമായിട്ട് അറിയില്ല. ഇത്തരത്തിൽ ഈ വില കുറഞ്ഞ തരം താണ ചീഞ്ഞു നാറിയ വർക്കുകളുമായിട്ട് ആ ജഗതിയുടെ കഥാപാത്രം പറയുന്നത് പോലെ തന്നെ ഒരാളുടെ കണ്ണീരും, അല്ലെങ്കിൽ ഒരാളെ കരയിച്ചുകൊണ്ട്, ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട്, ഒരാളുടെ കരച്ചിൽ കണ്ടിട്ട് അതൊരു PR വർക്കായിട്ട് മാറുന്നു. അവരുടെ ആ വേദനയിൽ, വീണ ജോർജിന്റെ വേദനയിൽ ജനങ്ങൾ പങ്കാളികളാകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാനുള്ള ഒരുതരം വെറും നാടകങ്ങളാണ്, പൊറാട്ട് നാടകങ്ങളാണ് ഈ കളിക്കുന്നത് എന്നൊക്കെ കാണുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. അതൊക്കെ ട്രോളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. PR വർക്ക് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഓൺലൈനിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു. ഈ ഒരൊറ്റ വ്യക്തിയാണ്, ഇനി LDF-ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, LDF അല്ലെങ്കിൽ CPM തോക്കുകയാണെങ്കിൽ അതിനൊക്കെ കാരണം ഈ ഒരൊറ്റ വ്യക്തിയാണ്. ആര്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ ഒരു ഒറ്റ മനുഷ്യൻ കൊണ്ടാണ് ഇടതുപക്ഷം, CPM ഇത്രയും തകർന്ന് തരിപ്പണമായത് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. നമ്മൾ പൂർണ്ണമായി ആ പക്ഷത്തോട് പിടിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് സർക്കാർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് UDF-ന്റെ കാലത്തേതുപോലുള്ള അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഈ ആവശ്യമില്ലാത്ത PR വർക്കും ഇത്തരം ഏകാധിപത്യ പ്രവണതയും, ആവശ്യമില്ലാതെ ഓരോ വിഷയങ്ങളിലും ഇടപെടുകയും, മൈക്കിനെതിരെ കേസെടുക്കുകയും, മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുക്കുകയും, തനിക്കെതിരെ കമന്റ് ഇടുകയോ ലൈക്ക് ഇടുകയോ ചെയ്തവർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്ത് ഒരു സംവിധാനത്തെ തന്നെ നശിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. ഇനി കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷക്കാരുടെ, CPM-കാരുടെ വോട്ട് കൊണ്ടായിരിക്കും എന്നാണ് ജയശങ്കർ സാറിന്റെ പക്ഷം. നമ്മൾ ആ പക്ഷത്തോടൊപ്പം പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്നില്ല. എന്തായാലും PR വർക്കുകൾ ഇനിയും തുടരും. എല്ലാ PR വർക്കും പൊളിഞ്ഞ് പാളീസ് ആയാലും യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു നാണവുമില്ലാതെ ഈ PR വർക്ക് തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ബോധ്യമാകുന്നത്.